ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സാരീസ് തന്നെയാണ്. അതും റെഡി ഫോർ സെയിൽ ആയിട്ടുള്ള സാരീസ് ആണ്. 4 സാരീസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിൻ്റെ അകത്ത് ഇത്തിരി ഹെവി ആയിട്ട് ഞാൻ യൂഷ്വലി എംബ്രോയിഡറി ചെയ്യാറ് മുന്താണിയുടെ ഒരു സൈഡിൽ ഫ്രണ്ട് റണ്ണിങ് പോർഷൻ ഫ്രണ്ടിൽ, പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന എല്ലാ സാരീസിലും മുന്താണിയുടെ 2 സൈഡിലും വർക്ക്, റണ്ണിങ് പോർഷൻ ഫ്രണ്ടിൽ, അതുപോലെ തന്നെ ബോട്ടം പ്ലീറ്റ്സിലും വർക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് കളർ കോമ്പിനേഷനും ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം. ഒന്നും വിത്ത് ബ്ലൗസ് പീസ് അല്ല, എല്ലാത്തിനും കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കാണാം. ആദ്യത്തെ സാരി തന്നെ ഒരു ലൈറ്റ് ബേജ് കളറാണ്, തീരെ ലൈറ്റ് ബേജിൻ്റെ തന്നെ തീരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രിസ്മസ് തീമിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതാണ് സാരിയുടെ മുന്താണി. മുന്താണിയിൽ ഇതുപോലത്തെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ 3 രീതിയിൽ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്ലവർ പാറ്റേണിന് മാത്രം കുറച്ചും കൂടി ലീവ്സ് കൂടുതലുണ്ട്, ബഡ്സും കൂടുതലുണ്ട്. ബാക്കി ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം 3 പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടിരിക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തിക്കായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് ക്രീം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട്, പ്യുവർ വൈറ്റ് അല്ല, ക്രീം കളറാണ്, എന്നാൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ഫ്ലൈ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ഇതുപോലെയാണ്. നമ്മൾ ബഡ്സ് ഇവിടെ ചെയ്തിരിക്കുന്ന സാറ്റിൻ സ്റ്റിച്ചും ഇവിടെ ബഡ്സ് ചെയ്തിരിക്കുന്നത് ലേസി ഡേസിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, നല്ലോണം എടുത്ത് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അതിൻ്റെ മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിൽ ഒരൊറ്റ ഇതായിട്ടാണ്, ഇവിടെ 3 ആണെങ്കിൽ ഇതിൽ ഒറ്റ ഇതായിട്ടാണ് മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒറ്റയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒറ്റ സിംഗിൾ ഫ്ലവറാണ്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ മുന്താണിയിൽ കണ്ടുപോലത്തെ 3 നമ്മൾ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്. 3 പാറ്റേൺസ് ആണ് അടുപ്പിച്ച് ഫ്രണ്ടിൽ വരുന്നത്. അത് ഫ്രണ്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടം പ്ലീറ്റ്സിലാണ്. ബോട്ടം പ്ലീറ്റ്സിലോട്ട് പോകുമ്പോൾ ഈ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത പ്ലീറ്റ്സിലൊക്കെ ഇതുപോലെ കുഞ്ഞു ഈ ഒരു ഡിസൈനാണ് പ്ലീറ്റ്സിൽ 4 ഉണ്ട്. ഇങ്ങനെ 4 പ്ലീറ്റ്സിൽ വരുന്നുണ്ട്. ഗ്യാപ്പിൽ 4 ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് പിന്നെയുള്ളത്. അത് മുന്താണി കണ്ടോടത്ത് തന്നെ വലുതാണ്, 3 ഫ്ലവറുള്ള പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2400 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. ഇതിൻ്റെ റേറ്റ് 2400. മെറ്റീരിയൽ വന്നിട്ടുണ്ടെങ്കിൽ സിൽക്കി കോട്ടയാണ്. ഇപ്പം ഇത് അടുത്തത് എന്തുമ്പോൾ സിൽക്കി കോട്ടയുടെ 3 ഷെയ്ഡ്സാണ് നമ്മൾ കാണുന്നത്. അടുത്തത് ഒരു സ്കൈ ബ്ലൂ കളറാണ്, ലൈറ്റ് ബ്ലൂ കളറാണ്. അതിൻ്റെ അകത്തും റെഡ് ആൻഡ് ഗ്രീൻ റെഡ് അല്ല, റാണി പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. കാണുമ്പോൾ നമുക്ക് കുഞ്ഞ് ഡിസൈനായിട്ട് തോന്നും, പക്ഷേ ഇത് തയ്ക്കാൻ ഒത്തിരി സമയം എടുക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ലീവ്സ് സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാനായിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ജോയിൻറ്റ് ഉറപ്പിച്ചിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ. ലീവ്സ് തയ്ക്കാനാണ് കുറേ സമയം എടുക്കുന്നത്. ബഡ്സ് ഫ്ലവർ തയ്ക്കാൻ സമയം എടുക്കില്ല എന്നല്ല, ഇതുണ്ട്. ഇതിപ്പോൾ 30+ ചുറ്റിയാലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ബൂളിയൻ നോട്ട് ഈ ഒരു കുഞ്ഞിപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നടുക്ക് ഓരോന്നത്തിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് കെട്ടിയിടണം. അപ്പം സമയം ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യണത്. ഇതുപോലത്തെ ഒരു ഡിസൈനാണ് മുന്താണിയുടെ ഒരു സൈഡിൽ. മറു സൈഡിൽ നമ്മൾ ഡിസൈനിങ് ചെയ്തിട്ടില്ല ഈ സാരിക്ക്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ. ഇത് റാണി പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. ഡാർക്ക് ഗ്രീൻ ലീവ്സുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതൊരു ചെറി പോലെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഡിസൈനിങ്ങിൻ്റെ കളർ റെഡ് അല്ല, കുഞ്ഞു റാണി പിങ്കാണ്. റെഡായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ തോന്നുമായിരിക്കും, റെഡ് അല്ല, റാണി പിങ്കാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ ഡിസൈൻ 3 ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് റാണി പിങ്ക് കളറ് സിൽക്കി കോട്ട ബ്ലൗസ് ഇടുക, അല്ലെങ്കിൽ കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് ഇട്ടാൽ നല്ലതായിരിക്കും. കോൺട്രാസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇങ്ങനെയാണ് 3 ഫ്രണ്ടിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബോട്ടം പ്ലീറ്റ്സിൽ നമുക്ക് ഇൻഡിവിജ്വൽ ഇതോടത്തെ റണ്ണിങ് പോർഷനിൽ തയ്ച്ചോർത്ത ഫ്ലവേഴ്സ് ബോട്ടം പ്ലീറ്റ്സിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇങ്ങനെ 4 പ്ലീറ്റ്സിൻ്റെ അവിടെ വരുന്നുണ്ട്, 4. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതോടത്തെ വലിയ ഡിസൈനും ഉണ്ട്. മുന്താണി കാണുന്ന പോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2400 തന്നെയാണ് ഇതിൻ്റെയും റേറ്റ്.
അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അടുത്തത് വന്നിട്ട് ലൈറ്റ് പാസ്റ്റൽ ഷെയ്ഡ് ഗ്രീൻ ആണ്. അപ്പോൾ ഇന്നത്തെ സാരി എല്ലാം വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളറല്ല, എല്ലാം വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ലൈറ്റ് പാസ്റ്റൽ ഗ്രീൻ്റെ അകത്ത് ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ, ഡാർക്ക് ബ്ലൂ, റോയൽ ബ്ലൂ കളർ ലേസി ഡേസി ഡിസൈനും അതിൻ്റെ നടുക്ക് ഓഫ് വൈറ്റ് കളർ ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഡാർക്ക് ഗ്രീനും. അങ്ങനെ മുന്താണിയുടെ ഒരു സൈഡിൽ മറു സൈഡിൽ ഇതുപോലത്തെ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ, ഈ ഒരു ഡയമണ്ട് ഷേപ്പാണ് മുന്താണിയുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ അതുപോലത്തെ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ തന്നെ 3 ഡിസൈനാണ് വരുന്നത്. 3 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ. അത് കഴിഞ്ഞ് ബോട്ടം പ്ലീറ്റ്സിൽ ഇതുപോലത്തെ 4 ഡിസൈൻ വരുന്നുണ്ട്. 4 ഡിസൈൻ ബോട്ടം പ്ലീറ്റ്സിൽ. പിന്നെ വലിയത് ഒരെണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലത്തെ 4 എണ്ണം ബോട്ടം പ്ലീറ്റ്സിൽ വരുന്നുണ്ട്. വലിയത് ഒരെണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ ഇതും ബ്ലൂ കളർ ബ്ലൗസ് ഇട്ടാൽ മതി. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1999 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വേറൊരു കളർ ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ പാസ്റ്റൽ ഗ്രീൻ കളർ സാരീൻ്റെ അകത്ത് ഇപ്പോൾ ബ്ലൂ കളർ വർക്കല്ലേ കണ്ടത്, നമുക്കിനി ഒരു പിങ്ക് കളർ തീരെ ലൈറ്റായിട്ട് ഒട്ടും കളർ എടുത്ത് കാണിക്കണ്ട എന്നുള്ള ആൾക്കാർക്കൊക്കെ മറ്റേത് ഇച്ചിരി കോൺട്രാസ്റ്റ് ആയിട്ടല്ലേ കളർ നിൽക്കുന്നത്. ഇതിനകത്ത് തീരെ ലൈറ്റ് പിങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല പ്രായം ചെന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. സെയിം, അത് പാറ്റേൺസ് എല്ലാം സെയിം ആണ്, ഡിസൈൻ സെയിം ആണ്, നമ്പർ ഓഫ് ഡിസൈനും സെയിം ആണ്. അത് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ മുന്താണിയിൽ വരുന്നു, റണ്ണിങ് പോർഷനിൽ കുഞ്ഞത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം വരുന്നുണ്ട്. ഇതുപോലെ തന്നെ 3 എണ്ണം. അത് കഴിഞ്ഞിട്ട് ബോട്ടം പ്ലീറ്റ്സിലും ഇതുപോലത്തെ ഒരെണ്ണമുണ്ട്. റണ്ണിങ് പോർഷനല്ല, ബോട്ടം പ്ലീറ്റ്സിൻ്റെ അകത്ത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വലുത്, ബോട്ടം പ്ലീറ്റ്സിൻ്റെ അകത്ത് ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ്, കുഞ്ഞു ഫ്ലവേഴ്സ് ഇതുപോലത്തെ 5 എണ്ണം തയ്ച്ചിട്ടുണ്ട്. മറ്റേതിൻ്റെ അകത്ത് ഞാൻ 4 എണ്ണം എന്നാണ് പറഞ്ഞത്, പക്ഷേ 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തും 5 എണ്ണം ഉണ്ട്. ഇതുപോലത്തെ 5 എണ്ണമാണ് ബോട്ടം പ്ലീറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 5 എണ്ണം ബോട്ടം പ്ലീറ്റ്സിലുണ്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വലിയ ഡിസൈനാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെയും റേറ്റ് 1999 ആണ് ഇതിൻ്റെയും റേറ്റ്. അപ്പോൾ ഈ 4 സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. ഏത് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ആൻറ്റിൽ ദെൻ ബൈ.